ഹലോ! നമ്മളിന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് റെഡ് വെൽവെറ്റ് ലാവ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലാവ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ്. നോർമൽ ഒരു കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലാവ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ പിന്നെ ആ റെഡ് ഷെയ്ഡ് കൂടി വരുമ്പോൾ അടിപൊളിയല്ലേ? കഴിക്കാനാണെങ്കിൽ പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ സിൽക്കി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടെക്സ്ചറാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെ ലാവ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സുകളാണ്. ഒന്നുകിൽ കേക്ക് ഫേം ആയി പോവുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ലാവ കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരാതിരിക്കുക, അല്ലെങ്കിൽ കേക്ക് മൊത്തത്തിൽ അങ്ങ് ഭയങ്കര സോഫ്റ്റായി പോവുക. അപ്പോൾ ഈ മിസ്റ്റേക്കുകളൊക്കെ പറ്റാനുള്ള റീസൺ ഞാൻ ഈ കേക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫ്ലോപ്പായി പോയിട്ടുള്ള കേക്കുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഇത് കണ്ടോ, ഇത് അതിൽ പെട്ട ഒരു കേക്കാണ്. ഈ ഒരെണ്ണം മാത്രമല്ല, ഇനിയും രണ്ടെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലോപ്പ് ആവുന്നതെന്നും കറക്റ്റായിട്ട് റീസൺസ് പറയുന്നുണ്ട്. അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മോൾഡുകളൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ലാവ കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ കോട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ കോട്ടിങ് വേണം നമ്മൾ കൊടുക്കാൻ. ആദ്യം ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക, എല്ലാ സൈഡിലേക്കും ഇതുപോലെ എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോർ കോട്ടിങ് കൂടെ കൊടുക്കണം കേട്ടോ. കാരണം ലാവ കേക്ക് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ബട്ടർ കൊണ്ടുള്ള കോട്ടിങ്ങും ഫ്ലോർ കൊണ്ടുള്ള കോട്ടിങ്ങും മസ്റ്റാണ്. അപ്പോൾ നമുക്ക് മോൾഡൊക്കെ റെഡി ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബൗൾ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റത്തെ മുട്ട നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കി മാറ്റണം നമ്മുടെ ഈ ഒരു മിക്സ്. ഇനി രണ്ടാമത്തെ മുട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ച് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാടായിട്ട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ജെൽ കളർ അല്ലെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാട്ടർ കളർ യൂസ് ചെയ്യരുത്. 1/2 ടീസ്പൂൺ റെഡ് ജെൽ കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 മോൾഡുകളിലേക്കാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. നമ്മുടെ ലാവ കേക്ക് ഫ്ലോപ്പായി പോകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് ആണ് കേട്ടോ. 1 മിനിറ്റിൻ്റെ ഡിഫറൻസിൽ തന്നെ നമുക്കിതിന് ടെക്സ്ചറിന് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലാവ കേക്ക് കിട്ടിയത് 13 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് 1 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇതിൽ ഒരു മോൾഡ് 13 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റേ മോൾഡ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓരോ മിനിറ്റിൻ്റെയും ഡിഫറൻസിൽ വന്ന കേക്കിൻ്റെ ടെക്സ്ചർ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 90 ഗ്രാംസ് ക്രീം ചീസ് നല്ല സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ക്രീം ചീസ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്തിരിക്കാൻ പാടില്ല കേട്ടോ. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് തണുത്തിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്കിത് വിപ്പ് ചെയ്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഓവർ വിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കണം. കണ്ടോ, ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. സ്റ്റിഫായിട്ടുള്ള പീക്സ് അല്ല, എന്നാൽ മീഡിയം ആയിട്ടുള്ള പീക്സിൽ കിട്ടണം. ഇതിനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം.
ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്രീം ചീസ് ബീറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതാണ് 12 മിനിറ്റിൽ ബേക്ക് ചെയ്തെടുത്ത കേക്ക്. സെൻറ്റർ ഭാഗമൊന്നും ശരിക്കും കുക്കായിട്ടില്ല. ഇതാണ് 14 മിനിറ്റിൻ്റെ കേക്ക്. കേക്ക് മൊത്തത്തിൽ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് മോൾഡിൽ നിന്ന് മാറ്റിയപ്പം താഴ്ന്നു പോയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സോസ് നോക്കി നോക്കൂ. ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ സോസ് ഇങ്ങ് ഒഴുകി വരുന്നില്ല അല്ലേ. മൊത്തത്തിലൊരു കേക്ക്, സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ടെക്സ്ചറാണ്. ഇത് ഞാൻ 13.5 മിനിറ്റിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. സോസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങ് ഒഴുകി വരുന്നില്ല. കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒരുപാട് സോസ് ഇങ്ങോട്ട് കിട്ടുന്നില്ല ഇതിനകത്തുനിന്ന്. ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഉണ്ടാക്കിയ കേക്ക് നോക്കിയാലോ. ഇതാണ് 13 മിനിറ്റിൻ്റെ 200°C ബേക്ക് ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് ലാവ കേക്ക്. ഇതാണ് മക്കളെ ഒറിജിനൽ ലാവ. കാരണം ഇതങ്ങോട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ കേക്കിൻ്റെ പുറം ഭാഗമൊക്കെ ശരിക്കും ഒരു കേക്കിൻ്റെ ടെക്സ്ചറിൽ തന്നെ ഉള്ളത്. ഒട്ടും ഭയങ്കര സോഫ്റ്റ് ആയി പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ലാവ കാണാൻ തന്നെ എന്ത് രസമല്ലേ. നമുക്ക് തന്നെ അങ്ങ് ത്രില്ലായി പോവും കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സോസോട് കൂടിയിട്ട് ഈ കേക്ക് കഴിക്കുമ്പോഴാണ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരമായിട്ട് നമ്മൾ നോർമലി വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ റെഡ് വെൽവെറ്റിൻ്റെ കൂടെ എപ്പോഴും ആ ഒരു ക്ലാസിക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രീം ചീസാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ. നിന്റെ ടൈജിക്കുട്ടി കൊടുക്കും, ടൈജിക്കുട്ടി ടൈജിക്കുട്ടി കൊടുക്കും, നിന്റെ ടൈജിക്കുട്ടിക്ക്. വാ ഇതുണ്ടോ ബേബി കൊടുത്തേ, ടാൻ കൊടുത്തേ മമ്മ. കൊടുത്തേ ചൂട് ചൂട് ചൂടൊക്കെ ചൂടുണ്ടാ ഇല്ലല്ലോ. നീ എനിക്ക് താടോ. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എനിക്കല്ലേ തരേണ്ടത്. എന്തോ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ. ബൈ ബൈ.